തോംസൺ BTHന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വർക്ക് സൈറ്റ് വരുന്നത് നെന്മിനി എന്ന സ്ഥലത്താണ്. മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാടിൻ്റെയും പെരിന്തൽമണ്ണയുടെയും സെൻട്രലായിട്ട് വരുന്ന ഒരു ചെറിയ ഗ്രാമമാണ് നെന്മിനി. നെന്മിനിയിൽ നമുക്ക് ഇന്ന് വർക്ക് വന്നിട്ടുള്ളത് 8 ഫീറ്റ് 8 അടിയുടെ അലുമിനിയം നെറ്റ് ഡിഷ് ഇൻസ്റ്റാളേഷനാണ് വർക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ വിവരങ്ങളും ഇൻസ്റ്റാളേഷനും കാര്യങ്ങളെല്ലാം വീഡിയോയിൽ കാണിക്കാം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒരിക്കൽ കൂടി എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞു 8 ഫീറ്റ് 8 അടിയുടെ അലുമിനിയം ഡിഷ് ആൻറ്റിനയാണ്, സി ബാൻഡ് ഡിഷ് ആൻറ്റിനയാണ് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ സ്റ്റാൻഡ് ഒരു ദിവസം മുന്നേ ഞാൻ കസ്റ്റമർക്ക് എത്തിച്ചു കൊടുത്തു. അതുകൊണ്ട് അവർ ഇത് നല്ല പോലെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ കോൺക്രീറ്റ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല രീതിയിൽ കാറ്റൊക്കെ വരുന്ന ഒരു പ്രദേശമാണ്, നന്നായിട്ട് കാറ്റ് പിടിക്കുന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഉറപ്പിച്ചത് കാരണം ഇനി നമുക്കിത് സ്റ്റാൻഡ് ഇളകിയിട്ട് സിഗ്നൽ പോകുന്ന ഒരു കംപ്ലൈൻറ്റ് വരില്ല. ഇപ്പോൾ നമ്മളിതിൻ്റെ മൗണ്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, ഡിഷ് ആൻറ്റിനയുടെ മൗണ്ട് ഇതിലൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഡിഷ് ഫിറ്റ് ചെയ്യാം. മൗണ്ട് ഞാനൊന്ന് അതിൽ ഇറക്കി വെച്ചു എന്ന് മാത്രം. നമുക്കിനി ഡിഷ് ആൻറ്റിന ഫിറ്റ് ചെയ്യുന്നതിലേക്ക് കടക്കാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ ഷീറ്റും മറ്റ് റിബ്സും കാര്യങ്ങളും എല്ലാം ഒരു ബോക്സിലും, അതിൻ്റെ പ്രധാനപ്പെട്ട മൗണ്ടും സ്റ്റാൻഡും മറ്റൊരു പാക്കിലുമാണ് നമുക്കിത് കമ്പനി അയച്ചു തരുന്നത്. നമ്മളിന്നിവിടെ സോളിഡ് കമ്പനിയുടെ ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. കൂട്ടത്തിൽ ചെയ്യുന്നൊരു പ്രൊഡക്റ്റാണിത്. സോളിഡ് ബ്രാൻഡിലുള്ള 8 ഫീറ്റ് അലുമിനിയം ഡിഷ് ആൻറ്റിനയാണ്, സി ബാൻഡ് ഡിഷ് ആൻറ്റിനയാണ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നത്. ഇതിൻ്റെ റിബ്സ് എല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്ത് തന്നെ വരുന്നുണ്ട്. നമുക്കിത് ഒക്കെ കറക്റ്റ് എണ്ണി നോക്കാം. റിബ്സുകളെല്ലാം കറക്റ്റാണോ എന്ന് എണ്ണി നോക്കാം. നമുക്ക് റിബ്സും അതുപോലെ റൗണ്ട് പൈപ്പും എൽ എൻ ബി പൈപ്പും ഫോക്കൽ പൈപ്പും 3 ഫോക്കൽ പൈപ്പ് വരുന്ന ഡിഷ് ആൻറ്റിനയാണിത്. അതും എല്ലാം ഇതിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ സ്ക്രൂ എല്ലാം ഒരു പാക്കറ്റിൽ നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ടാണ് ഇതിൽ വരുന്നത്. ഇനി നമുക്ക് മൗണ്ടിലേക്ക് റിബ്സ് ഫിറ്റ് ചെയ്ത് തുടങ്ങാം. നമുക്കറിയാം, പഴയ കാലങ്ങളിലൊക്കെ വർഷങ്ങൾക്ക് മുന്നേ ഒക്കെ മൗണ്ട് ഒരു ഷീറ്റാണ് വരുന്നത്, ഒരു റൗണ്ട് പ്ലേറ്റാണ് വന്നിരുന്നത്. എന്നാൽ പുതുതായി ഒരു ന്യൂ ജനറേഷൻ ഡിഷ് ഈ വരുന്ന രീതിയിലാണ് വരുന്നത്. ഇപ്പോൾ 2 മൗണ്ട്, ഈ മൗണ്ടിൻ്റെ ഷീറ്റ് നമുക്ക് 2 മൗണ്ടാണ് വരുന്നത്, 2 പ്ലേറ്റാണ് വരുന്നത്. അതിൻ്റെ സെൻട്രലായിട്ട് നമുക്കിതിൻ്റെ റിബ്സുകൾ ഫിറ്റ് ചെയ്ത് ആണ് ഈ ഡിഷ് ആൻറ്റിന നിർമ്മിക്കുന്നത്. ഇതേ രീതിയിലാണ് ചെയ്യുന്നത്. മുമ്പത്തെ ഡിഷൊക്കെ നിങ്ങൾക്കറിയാം, പഴയ കാലത്തൊക്കെ ഡിഷ് ആൻറ്റിന ഉപയോഗിച്ച ആളുകൾക്കും ഫിറ്റ് ചെയ്തിരുന്ന ആളുകൾക്കൊക്കെ അറിയാം, ഒരു ഒറ്റ പ്ലേറ്റാണ് വന്നിരുന്നത്. അതിലാണ് നമ്മൾ ഇതുപോലെ റിബ്സ് ഫിറ്റ് ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം, ഇതുപോലെ 2 റിബ്സിൻ്റെ സെൻട്രലായിട്ട് നെറ്റ് ബോൾട്ട് ഉപയോഗിച്ചിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. നമുക്ക് നല്ല രീതിയിൽ ചെയ്യാം. ഇതിൻ്റെ ബേസും അതുപോലെ ഷീറ്റും നല്ല തിക്നെസ് ഉണ്ട്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഒരു ഡിഷ് ആൻറ്റിന തന്നെയാണ്. മറ്റുള്ള ഭാഗങ്ങളൊന്നും തുരുമ്പെടുക്കുന്ന ഒരു പേടി വേണ്ട. അലുമിനിയം മെറ്റലിൽ വരുന്ന ആയത് കാരണം തുരുമ്പെടുക്കുന്ന പേടി വേണ്ട. നമുക്ക് വർഷങ്ങളോളം ഉപയോഗിക്കാവുന്ന ഒരു ഡിഷ് ആൻറ്റിനയാണ്. നമുക്കിതിൻ്റെ പ്രോസസ്സിങ്ങിലേക്ക് കടക്കാം, വർക്ക് തുടരാം. ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിൻ്റെ സൈറ്റ് വരുന്നത് പെരിന്തൽമണ്ണയ്ക്ക് അടുത്താണ്. പെരിന്തൽമണ്ണയും പാണ്ടിക്കാടിൻ്റെയും അടുത്ത് മലപ്പുറം ജില്ലയിലെ ഒരു പ്രദേശമാണിത്. ഇവിടെയാണ് നമുക്കിന്ന് ഫിറ്റ് ചെയ്യുന്നത്. ഇതിനെ പ്രധാനമായിട്ടും നമുക്ക് ഇതിൻ്റെ ഇൻസ്റ്റാളേഷന് ഫിറ്റിങ്സിന് വേണ്ടത് 10-11 സ്പാനറാണ്. ഇതിൻ്റെ റിബ്സുകളെല്ലാം ഫിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് 10-11 സ്പാനറാണ്. നമുക്ക് ആദ്യം ടൈറ്റ് ചെയ്യുന്നതിന് മുന്നേ എല്ലാ സ്ക്രൂകളും എല്ലാ നെറ്റ് ബോൾട്ടുകളും ഇതിൽ ഫിക്സ് ചെയ്തുകൊണ്ട് എല്ലാ റിബ്സിൻ്റെയും ഗ്യാപ്പുകൾ തമ്മിൽ ഒരേ രീതിയിൽ, അതായത് കൃത്യം ഇതിൻ്റെ റൗണ്ട് ഫിക്സ് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ ഇതിൻ്റെ ടൈറ്റ് ചെയ്യുന്നതിന് മുന്നേ ഇത് ഫിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാ റിബ്സുകളും ഇതിലേക്ക് സെറ്റ് ചെയ്ത് നെറ്റ് ബോൾട്ട് ഇട്ടതിന് ശേഷം നമുക്കിതിൻ്റെ ഗ്യാപ്പുകളെല്ലാം ഒരേ രീതിയിൽ ചെയ്തിട്ട് വേണം സ്പാനർ ഉപയോഗിച്ച് ഇതിൻ്റെ നെറ്റ് ബോൾട്ടുകളെല്ലാം ടൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇതിൻ്റെ സെൻറ്ററിലേക്കുള്ള, ഞാൻ പറഞ്ഞ മൗണ്ടിൻ്റെ പ്ലേറ്റിലേക്ക് 2 നെറ്റ് ബോൾട്ടാണ് വരുന്നത്. അതിന് 10-11 സ്പാനർ ആണ് ഉപയോഗിക്കുന്നത്. ഇത് 18 റിബ്സ് വരുന്ന ഡിഷ് ആൻറ്റിനയാണ്. 18 റിബ്സ് കൂടുതൽ ആവുന്ന സമയത്ത് നമുക്ക് ഒരു ഗുണം എന്ന് വെച്ചാൽ നല്ല രീതിയിൽ സിഗ്നൽ കൂടും എന്നുള്ളതാണ്. നല്ല സിഗ്നൽ പോവാതെ തന്നെ നല്ല ക്വാളിറ്റിയിൽ നല്ല
സിഗ്നൽ നമുക്ക് ഫിക്സ്ഡായിട്ട് സ്ഥിരമായിട്ട് നിലനിൽക്കുന്നതാണ്. റിപ്സ് കുറഞ്ഞു കഴിഞ്ഞാൽ ഡിഷിന് ആട്ടം വരുന്നതാണ്. ചെറിയ രീതിയിൽ ഇളകി കഴിഞ്ഞാൽ ഡിഷിനെ സിഗ്നലിനെ അത് ബാധിക്കും. ഇത് അത്യാവശ്യം 18 റിപ്സ് വരുന്നത് കൊണ്ട് നല്ലൊരു ക്വാളിറ്റിയുള്ള ഡിഷാന്ന് തന്നെ നമുക്ക് പറയാം. ഇനി ബാക്കി നമുക്ക് വർക്ക് കഴിഞ്ഞതിന് ശേഷം സിഗ്നലും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. റിപ്സുകൾ 18 റിപ്സും ഫിറ്റ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് റൗണ്ട് പൈപ്പ് ഫിറ്റ് ചെയ്യുന്നതിനുള്ള ക്ലാമ്പ്, ഇതുപോലുള്ള എൽ ക്ലാമ്പ് ഫിറ്റ് ചെയ്യണം. എൽ ക്ലാമ്പുകൾ റിപ്സിൻ്റെ എൻഡിലായിട്ട് 2 എൽ ക്ലാമ്പ് ഇതുപോലെ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ വേണം ഫിറ്റ് ചെയ്യാൻ. ഒരു എൽ ക്ലാമ്പുകളും ഒന്നും നെറ്റ് ബോൾട്ടുകളൊന്നും ടൈറ്റ് ചെയ്യാൻ പാടില്ല. ഇതുപോലെ നമുക്ക് റിപ്സുകളൊക്കെ ചുറ്റും വരുന്ന റൗണ്ട് പൈപ്പുകളെല്ലാം ഫിറ്റ് ചെയ്തതിന് ശേഷം ടൈറ്റ് ചെയ്യുന്ന രീതി ആണ് നല്ലത്. ആദ്യമേ ടൈറ്റ് ചെയ്താൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. ഇപ്പോൾ നമ്മൾ ചുറ്റുമുള്ള പൈപ്പ്, റൗണ്ട് പൈപ്പുകളെല്ലാം റൗണ്ട് പൈപ്പ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ചുറ്റും വരുന്ന പൈപ്പ് സ്ക്വയർ പൈപ്പാണ്. എല്ലാ റിപ്സും പൈപ്പും എല്ലാം സ്ക്വയറാണ് വരുന്നത്. ഇതുപോലെ ചുറ്റും വരുന്ന പൈപ്പുകളും നമുക്ക് ഫിറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഇതിൻ്റെ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ 18 റിപ്സും ഒരേ രീതിയിലുള്ള റിപ്സുകൾ 18 എണ്ണം മാറ്റി വയ്ക്കുക. ബാക്കിയുള്ളവ ഇതിൻ്റെ ചുറ്റിലും വരുന്ന റിപ്സാണ്, പൈപ്പാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് നമുക്ക് മനസ്സിലാവും. എടുത്തു കഴിഞ്ഞാൽ തന്നെ ഓപ്പൺ ചെയ്യുമ്പോൾ അത് മാറ്റി വയ്ക്കുക. അതുപോലെ ചുറ്റും വരുന്ന പൈപ്പിൻ്റെ സെൻട്രലായി നമുക്ക് 2 ഹോള് കാണാം. ഈ റിപ്സിൻ്റെ എൽ ക്ലാമ്പ് ഫിറ്റ് ചെയ്യുന്നതിനുള്ള ഹോളാണത്. അത് നിങ്ങൾക്ക് വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. ഇത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ നമുക്ക് ചുറ്റുമുള്ള പൈപ്പിൻ്റെയും വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഷീറ്റ് ഫിറ്റ് ചെയ്ത് തുടങ്ങാം. ഷീറ്റ് ഇതിൻ്റെ അലുമിനിയം നെറ്റ് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സോളിഡിൻ്റെ ഒരു ബ്രാൻഡ് നെയിം ഇതിൽ പെയിൻറ്റ് ചെയ്ത് കാണാം. ഇത് ഒരു പൗഡർ കോട്ടിംഗ് പെയിൻറ്റ് ഇതിൽ ചെയ്തിട്ടുണ്ട്. ഡിഷിൻ്റെ നമ്മളെ നെറ്റിൻ്റെ ഫ്രണ്ട് ഭാഗത്ത്, നമ്മളെ ഡിഷിൻ്റെ നെറ്റിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ ഡിഷ് കാണുന്ന സൈഡിൽ ഒരു പൗഡർ കോട്ടിങ്, വൈറ്റ് പൗഡർ കോട്ടിങ് ചെയ്തിട്ടുണ്ട്. അതിൽ സോളിഡ് എന്ന ഇവരുടെ ബ്രാൻഡ് നെയിം പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിൽ സ്ക്രൂ ടൈപ്പാണ് വരുന്നത്. ഇതിൻ്റെ നെറ്റുകളെല്ലാം ഫിറ്റ് ചെയ്യുന്നത് പണ്ട് മുതൽ നമ്മൾ ചെയ്തിരുന്ന രീതിയിലല്ല ചെയ്യുന്നത്. ഇതിന് അലുമിനിയം സ്ക്രൂ തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് വളരെ ഈസിയായി തന്നെ ഇത് റീഇൻസ്റ്റാൾ ചെയ്യാനും ഡിഷ് ആൻറ്റിന അഴിച്ചെടുക്കാനും ബുദ്ധിമുട്ടില്ല. സ്ക്രൂ ടൈപ്പാണ്. അതുപോലെ മുമ്പൊക്കെ നമുക്ക് കമ്പി ഇട്ട് കെട്ടുന്ന രീതിയിലുള്ള ഡിഷ് ആൻറ്റിനയും മാർക്കറ്റിൽ അവൈലബിൾ ആയിരുന്നു. എന്നാൽ ഇത് സ്ക്രൂ ടൈപ്പാണ് വരുന്നത്. സ്ക്രൂ നമുക്ക് ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് ടൈറ്റർ ഉപയോഗിച്ച് ഇതുപോലെ ഫിറ്റ് ചെയ്യുകയാണ് ഞാൻ ചെയ്യുന്നത്. ഇതുപോലെ ഓരോ നെറ്റുകളും ഇവർ കമ്പനി കട്ട് ചെയ്തിട്ട് കറക്റ്റ് അളവിൽ നമുക്ക് അയച്ചു തരികയാണ് ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് ഓരോ നെറ്റും സ്ക്രൂ ഉപയോഗിച്ച് ഇതിൽ ടൈറ്റ് ചെയ്യാം. കറക്റ്റ് അളവാണ് വരുന്നത്. ഡിഷ് കറക്റ്റ് ചെയ്ത് വേണം നമുക്കിതിൻ്റെ റിബ് ടു റിബ്, ഒരു റിബിൽ നിന്നും മറ്റൊരു റിബിലേക്കുള്ള അളവ് കറക്റ്റായി വെച്ചതിന് ശേഷം വേണം സ്ക്രൂ ചെയ്യാൻ. കറക്റ്റ് അളവായിരിക്കും. ഇതിൻ്റെ നെറ്റ് ഒരു റിബിൽ നിന്നും മാറിക്കഴിഞ്ഞാൽ അപ്പുറത്തെ രണ്ടാമത്തെ റിബിലേക്കുള്ള നമുക്ക് സ്പേസ് ഉണ്ടാവില്ല. അതിൻ്റെ ലെങ്ത്ത് നമുക്ക് അതിനെ സ്ക്രൂ ചെയ്യാൻ അളവുണ്ടാവില്ല. അതുകൊണ്ട് വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇതിൻ്റെ നെറ്റ് അടിക്കുന്ന ഒരു ജോലി. ഇതിൻ്റെ സോളിഡ് വരുന്ന ഭാഗം നമുക്ക് ഡിഷ് ആൻറ്റിന പൊന്തി വരുന്ന ഭാഗത്തേക്ക് വേണമെങ്കിൽ നമുക്ക് സോളിഡ് എന്ന കമ്പനി ബ്രാൻഡ് നെയിം കാണിച്ചുകൊണ്ട് ചെയ്യാം. ഇതുപോലെ സോളിഡ് എന്ന ബ്രാൻഡ് ഇതിൽ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട് ഇവർ. ഈ ഇൻസ്റ്റാളേഷൻ്റെ സമയത്ത് നല്ല രീതിയിലുള്ള വെയിലാണ്. നമ്മൾ ഒരു 12 മണിക്ക് ശേഷമാണ് ഇതിൻ്റെ വർക്ക് ആരംഭിച്ചത്. ഏകദേശം ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂർ കൊണ്ട് നമ്മൾ ഇതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നല്ല വെയിലായത് കാരണം നമുക്ക് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിൽ കൂടിയും ഈ കസ്റ്റമറും എന്നോട് നല്ല രീതിയിൽ സഹകരിച്ചതുകൊണ്ട് കസ്റ്റമറും ഹെൽപ്പ് ചെയ്തു. അതുകൊണ്ട് ഞാൻ തനിച്ചാണ് ഇതിൻ്റെ ഇൻസ്റ്റലേഷന് വന്നത്. കസ്റ്റമർ കൂടി ഉണ്ടായതുകൊണ്ട് നല്ല രീതിയിൽ ഹെൽപ്പായി. അങ്ങനെ കസ്റ്റമറും ഞാനും കൂടെ ചേർന്നിട്ട് ആണ് ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആക്കിയത്. ഇപ്പോൾ നമുക്ക് ഇതുപോലെ ഇതിൻ്റെ നെറ്റുകളെല്ലാം സ്ക്രൂ ഉപയോഗിച്ച് ഒരു 1/2 ഇഞ്ചിൻ്റെ സ്ക്രൂ ആണ് ഇതിന് വരുന്നത്. സ്ക്രൂ വാഷർ ഉപയോഗിച്ച് വേണം ഇതിൽ നെറ്റിൽ ടൈറ്റ് ചെയ്യാൻ. ഒരുപാട് വാഷറുകൾ വരുന്നുണ്ട് ഇതിൻ്റെ സ്ക്രൂവിൻ്റെ കൂടെ തന്നെ കമ്പനി കിറ്റിൽ
വാഷറും കൂടെ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ സ്ക്രൂവും വാഷറും ഉപയോഗിച്ച് തന്നെ ഇത് ടൈറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ നെറ്റ് സ്ക്രൂ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യുന്ന പ്രവൃത്തി ഏകദേശം പകുതിയോളമായിട്ടുണ്ട്. കസ്റ്റമറും നല്ല രീതിയിൽ എന്നെ സഹായിച്ചു എന്ന് തന്നെ പറയാം. സ്ക്രൂ നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം ഇതിൻ്റെ മൗണ്ടിന് അടുത്തുള്ള ഏറ്റവും താഴെ ഭാഗത്തുള്ള സ്ക്രൂ ചെയ്ത് മുകളിലേക്ക് വരുന്നതായിരിക്കും ഉചിതം. അവസാനത്തെ നമ്മൾ റൗണ്ട് പൈപ്പ് വരുന്ന റിബ്സിലേക്കുള്ള സ്ക്രൂകളെല്ലാം അവസാനം ചെയ്യുക. എങ്കിൽ ഞാനിപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ സെൻറ്റർ ഭാഗത്ത് ഇങ്ങനെ നിന്നുകൊണ്ട് നമുക്ക് ഇതുപോലെ ടൈറ്റ് ചെയ്യാം. ഓരോ സ്ക്രൂകളും മൗണ്ടിൻ്റെ അടിഭാഗത്തെ സ്ക്രൂകൾ ആദ്യം ചെയ്യുക. എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾക്കറിയാം, ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തത് നമ്മൾ ഇതുപോലത്തെ ഡിഷുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. വീഡിയോ ചെയ്തിട്ടുള്ളത് നമ്മൾ മുമ്പ് കണ്ണൂർ ജില്ലയിൽ ആലക്കോട് എന്ന് പറഞ്ഞ ഒരു പ്രദേശത്ത് ഇതുപോലെ ഒരു 8 ഫീറ്റിൻ്റെ ഒരു ഡിഷ് ആൻറ്റിനയുടെ വീഡിയോ ചെയ്തിരുന്നു. എൻ്റെ ചാനൽ ഒന്ന് നിങ്ങൾ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ നമുക്ക് ഷീറ്റിൻ്റെ വർക്ക് ഏകദേശം പൂർത്തിയായി വന്നിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ഷീറ്റിൻ്റെ ഫിറ്റിങ് മാത്രം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഷീറ്റ് വെക്കുന്ന സമയത്ത് കറക്റ്റ് അളവായത് കാരണം അത് നല്ല ഒന്ന് സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണം. ഈ ഇൻ്റർനെറ്റ് യുഗത്തിലും IT യുഗത്തിലും ഇതുപോലുള്ള C-ബാൻഡ് ഡിഷ് ആൻറ്റിനകൾക്ക് ഉപഭോക്താക്കൾ ഏറെ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഒരു സംതൃപ്തി വരുന്ന കാര്യമാണ്. ഒരുപാട് ആളുകൾ DTH ഒക്കെ ഉപേക്ഷിച്ച് തുടങ്ങി. ഈ വൈഫൈ യുഗത്തിൽ യൂട്യൂബും കാര്യങ്ങളും ഒരുപാട് OTTകളും ആപ്പുകളും എല്ലാം കാണുന്ന ഈ യുഗത്തിലും ഇതുപോലെ C-ബാൻഡ് ഡിഷ് താല്പര്യമുള്ള ആളുകൾ കുറച്ചെങ്കിലും ഉണ്ട്. ഇതുപോലെ C-ബാൻഡ് 6 ഫീറ്റും ആണ് കൂടുതലായിട്ടും ആളുകൾ ഉപയോഗിക്കുന്നത്. 8 ഫീറ്റ് ആണെങ്കിൽ നമുക്ക് സിഗ്നൽ കുറച്ചധികം കിട്ടുകയും ഈ ഡിഷ് ആൻറ്റിന നമുക്ക് കംപ്ലൈൻറ്റ് കൂടാതെ തുരുമ്പെടുക്കാതെ ഒരുപാട് കാലം ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഗുണമായിട്ട് കാണുന്നത്. ഇപ്പോൾ ചുറ്റുമുള്ള റിബ്സിലേക്കുള്ള സ്ക്രൂ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി ബാലൻസ് എവിടെയെങ്കിലും നമുക്ക് നെറ്റ് എവിടെയെങ്കിലും പൊന്തി നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്ക് ബാലൻസ് ഉള്ള സ്ക്രൂ നോക്കിയിട്ട് ടൈറ്റ് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ നമ്മൾ അവസാന ഘട്ടം ഷീറ്റിൻ്റെ സ്ക്രൂ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഷീറ്റിൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബാലൻസ് ഉള്ള സ്ക്രൂകളെല്ലാം നമ്മൾ ചുറ്റുമുള്ള റിബ്സിലേക്ക് പൊന്തി നിൽക്കുന്ന അവിടെയൊക്കെ ഫിറ്റ് ചെയ്തു. നമുക്ക് ഫോക്കൽ പൈപ്പ് LNB ഫിറ്റ് ചെയ്യുന്നതിനുള്ള ഫോക്കൽ പൈപ്പ് 3 പൈപ്പ് വരുന്ന ഫോക്കൽ പൈപ്പാണ് ഇതിന് വരുന്നത്. 3 പൈപ്പാണ് വരുന്നത്. അതും അലുമിനിയമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൻ്റെ നമുക്ക് ചുറ്റുമുള്ള റിബ്സിൽ 3 റിബ്സിൽ ഹോളുണ്ടാവും. ഹോളിലും ഇതുപോലെ L ക്ലാമ്പ് ഫിറ്റ് ചെയ്തുകൊണ്ടാണ് ആ L ക്ലാമ്പിലേക്കാണ് 3 ഫോക്കൽ പൈപ്പും കൊടുക്കുന്നത്. അപ്പോൾ LNB ഫോക്കൽ പൈപ്പ് ഫിറ്റ് ചെയ്യുന്ന ആ L ക്ലാമ്പ് ഫിറ്റ് ചെയ്യുന്നതിനുള്ള ആ ഹോള് കാണുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു സ്ക്രൂ ഡ്രൈവറോ ഒരു ചെറിയൊരു കമ്പിയോ ആണിയോ എന്തെങ്കിലും ഉപയോഗിച്ച് അതിൽ ഒരു ഹോള് ചെയ്തിട്ടിട്ട് നെറ്റിന് ഹോളിട്ടിട്ട് വേണം അതിലേക്ക് സ്ക്രൂ ചെയ്യാൻ. അങ്ങനെ 3 ഫോക്കൽ പൈപ്പും ഇതിൽ നമുക്ക് ടൈറ്റ് ചെയ്യാം. അതിന് ഒരു സ്ക്രൂ ആണ് വരുന്നത്. LNB ഫിറ്റ് ചെയ്യുന്ന ഫോക്കൽ പൈപ്പിന് അടിഭാഗത്ത് ഓരോ സ്ക്രൂവും വരുന്നുണ്ട്. അതുപോലെ ഞാൻ പറഞ്ഞ L ക്ലാമ്പിൽ അതൊന്ന് കാണിക്കാം, വീഡിയോയിൽ കാണിക്കാം. L ക്ലാമ്പിൽ 3 ഹോള് വരുന്നുണ്ട് നമുക്ക് ഈ ഫോക്കൽ പൈപ്പ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഞാനിതിൽ 1ാമത്തെ ഹോളിലാണ് ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും സിഗ്നൽ കുറവോ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണെങ്കിൽ ഈ ഹോള് മാറ്റി കൊടുത്താൽ നമുക്ക് LNB താഴ്ന്നു വരും. അതുപോലെ ഞാൻ ഈ 1ാമത്തെ ഹോളിട്ട് കാരണം LNB പൊന്തിയിരിക്കും. അതുകൊണ്ട് അങ്ങനെ ചെയ്ത രീതിയിൽ ഫസ്റ്റത്തെ ഹോളിട്ടതിന് ശേഷം നമുക്ക് സിഗ്നൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം ഹോള് മാറ്റി കൊടുക്കുക. അങ്ങനെ ഡിഷിൻ്റെ ഫിറ്റിങ്സ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഉറപ്പിച്ച കസ്റ്റമർ തലേ ദിവസം ഫിക്സ് ചെയ്ത പൈപ്പിലേക്ക് നമ്മൾ ഡിഷ് ആൻറ്റിന ഇറക്കി വയ്ക്കുകയാണ്. നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ മൗണ്ട് നല്ല അത്യാവശ്യം ഒരു 2.5 ഇഞ്ചിൽ കൂടുതൽ വണ്ണമുള്ള ഒരു പൈപ്പാണ് ഇതിന് വന്നിട്ടുള്ളത്. നല്ല രീതിയിൽ ജർക്കിംഗ് ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ ഫിക്സ് ആവുന്ന, ഉറപ്പിക്കാൻ കഴിയാവുന്ന ഒരു പൈപ്പാണ് വന്നിട്ടുള്ളത്. അതിലേക്ക് ഞാനും കസ്റ്റമറും കൂടിയിട്ട് മാത്രമാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഞാനും കസ്റ്റമറും കൂടി ഇതിലേക്ക് ഇറക്കി വെച്ച് ഇനി നമുക്ക് LNB ഫിറ്റ് ചെയ്യാം. ഇതിൻ്റെ C-ബാൻഡ് LNB 5G ഫിൽറ്റർ LNB കസ്റ്റമർ ഗൾഫിൽ നിന്നും കൊണ്ടുവന്ന LNB ആണ്.
LNB സ്റ്റാർ ഗോൾഡിൻ്റെ LNB ആണ് ഇവർ ഗൾഫിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ളത്. സ്റ്റാർ ഗോൾഡിൻ്റെ 5G ഫിൽറ്റർ LNB ആണ്. ബോക്സും അവർ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഞാൻ വീഡിയോയിൽ കാണിക്കാം. ഇൻ്റൽസാറ്റ് 66 ഡിഗ്രിയാണ് കസ്റ്റമർക്ക് ഇതിൽ ട്രാക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. 40-24 ഏഷ്യാനെറ്റിൻ്റെ TPക്ക്, ഏഷ്യാനെറ്റ് മിഡിൽ ഈസ്റ്റിൻ്റെ TPക്ക് 63% സിഗ്നൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ മറ്റൊരു ഫ്രീക്വൻസിയായ 38-45 വെർട്ടിക്കൽ 28-800, അത് കലൈഞ്ചറിൻ്റെ ഒക്കെ TP വരുന്ന ആ വെർട്ടിക്കൽ TP, അതിനും നല്ല രീതിയിലുള്ള സിഗ്നലുണ്ട്. കൈരളിയുടെ TP 74% വെർട്ടിക്കൽ TP ആണ്. കൈരളിക്ക് 74-75% സിഗ്നൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല സിഗ്നൽ കിട്ടിയിട്ടുണ്ട്. അതുപോലെ മറ്റുള്ള TP ഒന്ന് നോക്കാം. മീഡിയ 1ൻ്റെ TP 4006 ഹോറിസോണ്ടൽ TP ആണ്. അതും ഏഷ്യാനെറ്റിൻ്റെ അതേപോലെ തന്നെ ഒരു പ്രധാന TP തന്നെയാണ്. 69% സിഗ്നൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു സിഗ്നൽ നമുക്കിതിന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഡിഷിൻ്റെ മൊത്തത്തിലുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാം. ഇനി ഈ കസ്റ്റമർ ഉപയോഗിക്കുന്ന സെറ്റപ്പ് ബോക്സ് ഒന്ന് കാണിക്കാം. സെറ്റപ്പ് ബോക്സ് ഇവർ LNBയുടെ കൂടെ തന്നെ വിദേശത്ത് നിന്ന്, ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന സെറ്റപ്പ് ബോക്സാണ്. GT മീഡിയയുടെ ബ്രാൻഡിലുള്ള സെറ്റപ്പ് ബോക്സാണ്. ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതിൽ വെച്ച്, വിദേശത്ത് അവൈലബിൾ ആയിട്ടുള്ള വെച്ച് നല്ല ഒരു സെറ്റപ്പ് ബോക്സാണ്. ക്വാളിറ്റിയുള്ള സെറ്റപ്പ് ബോക്സാണ്. നല്ല പിക്ചർ ക്വാളിറ്റിയൊക്കെ ഉള്ള സെറ്റപ്പ് ബോക്സാണ്. ഈ ബോക്സ് ഇന്ത്യയിൽ അവൈലബിൾ അല്ല. ഇന്ത്യയിൽ നമുക്ക് അവൈലബിൾ അല്ല. വിദേശത്ത് നമുക്ക് ആരെങ്കിലും റിലേഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ വഴിയാണ് ഈ സെറ്റപ്പ് ബോക്സുകൾ ഇന്ത്യയിലേക്ക് വരുന്നത്. GT മീഡിയയുടെ സെറ്റപ്പ് ബോക്സാണ്. HD റിസീവറാണ്. HD ഔട്ടുണ്ട്. അതുപോലെ AV ഔട്ട്, സ്റ്റീരിയോ ഔട്ടാണ് വരുന്നത്. അതുപോലെ USB വരുന്നുണ്ട്. എതർനെറ്റ് ലാൻഡ് ലൈന് കൊടുക്കാനുള്ള പോർട്ട് വരുന്നുണ്ട് ഇതിൽ ബാക്ക് സൈഡിൽ. അതുപോലെ ഇതിലേക്ക് അഡാപ്റ്റർ DC കൊടുക്കുന്നതിനുള്ള പോർട്ടും ഒരു സ്വിച്ചും വരുന്നുണ്ട്. ഇതിൻ്റെ പവറിനായിട്ടൊരു സ്വിച്ചും വരുന്നുണ്ട്. വെയ്റ്റ്ലെസ്, തീരെ വെയ്റ്റില്ലാത്ത ഒരു ബോക്സാണ് GT മീഡിയയുടെ ഈ ബോക്സ്. അത്യാവശ്യം വലിയ ബോക്സൊന്നുമല്ല, എങ്കിൽ കൂടിയും ചെറിയ ബോക്സും അല്ല. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഒരു ബോക്സാണ്. മിനി ബോക്സ് അല്ല ഇത്. ഇതിൻ്റെ റിമോട്ട് നിങ്ങൾക്ക് കാണാം. റിമോട്ടും വളരെ മികച്ച ഒരു നല്ല ക്വാളിറ്റിയുള്ള ഒരു റിമോട്ടാണ്. ഇനി നമുക്ക് ഇൻ്റൽസാറ്റ് 66 ഒന്ന് ട്യൂൺ ചെയ്യാം. LNB ഫ്രീക്വൻസി 5150, iPhone 5750 ആണ് കൊടുത്തിട്ടുള്ളത്. 5G ഫിൽറ്റർ LNB ആണ്. സിംഗിൾ സൊല്യൂഷൻ LNB കൊടുക്കുമ്പോൾ, ഫിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ 5150, iPhone 5750 എന്ന് വേണം നമ്മൾ ഇതിൽ സെറ്റ് ചെയ്യാൻ. നമുക്ക് ബോക്സ് ഒന്ന് ട്യൂൺ ചെയ്ത് നോക്കാം. ബ്ലൈൻഡ് സ്കാനാണ് ഞാൻ ഇതിൽ കൊടുത്തിട്ടുള്ളത്. മൊത്തം ചാനലുകളും ട്യൂൺ ആവുന്ന രീതിയിൽ. ഈ സെറ്റപ്പ് ബോക്സിൻ്റെ ഒരു പ്രത്യേകത, നമുക്ക് TPകൾ ആദ്യം കയറി വരുന്ന ഒരു സെറ്റപ്പ് ബോക്സാണിത്. ആദ്യം ഇതിൻ്റെ TPകൾ കയറി വരും. അതിനുശേഷം ചാനലുകൾ ട്യൂണായി വരുന്നു. ആ രീതിയിലാണ് ഈ സെറ്റപ്പ് ബോക്സിൻ്റെ സോഫ്റ്റ്വെയർ വരുന്നത്. നമുക്ക് എത്ര ചാനലുകൾ ഇതിൽ ഇൻ്റൽസാറ്റ് 66 ട്യൂണായി വരുന്നു എന്ന് നോക്കാം. അതിനുശേഷം സിഗ്നൽ ക്വാളിറ്റിയും ഒന്ന് ചെക്ക് ചെയ്യാം. ഈ ബോക്സിൻ്റെ പ്രത്യേകത നല്ല പിക്ചർ ക്വാളിറ്റി നമുക്ക് പ്രദാനം ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ബോക്സിൻ്റെ ഒരു പ്രത്യേകത. ഇത് കസ്റ്റമർ പ്രത്യേകം ഒരുപാട് അവർ എന്നോട് എൻക്വയറി ചെയ്തിട്ട് അന്വേഷിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞതിന് അടിസ്ഥാനത്തിലാണ് ഈ ഒരു ബോക്സ് അവിടെ നിന്ന് കൊണ്ടുവന്നത്. ഇതിൽ നമുക്ക് എത്ര ചാനലുകൾ ഇൻ്റൽസാറ്റ് 66 നമുക്ക് ട്യൂണായി വരുന്നു, അതിനുശേഷം സിഗ്നലും ഒന്ന് ചെക്ക് ചെയ്യാം. വീഡിയോ കാണുന്ന ആരെങ്കിലും ഇതുപോലുള്ള ഇതേ മോഡലിലുള്ള ബോക്സ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, 6 ഫീറ്റ് ഡിഷാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 8 ഫീറ്റോ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, അവർക്ക് ലഭിക്കുന്ന സിഗ്നൽ വ്യത്യാസം, സിഗ്നൽ വേരിയേഷൻ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ എല്ലാവർക്കും ഉപകാരപ്പെടും. നമുക്ക് 6 ഫീറ്റിലും 8 ഫീറ്റിലും ലഭിക്കുന്ന സിഗ്നലുകൾ എത്രയാണെന്ന് അറിഞ്ഞാൽ അവർക്ക് അതിനുള്ള സൊല്യൂഷൻ നമുക്ക് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. നമുക്ക് 8 അടിയിലും 6 അടിയിലും കിട്ടുന്ന സിഗ്നൽ എത്രയെന്ന് നമുക്ക് വ്യത്യാസപ്പെടുത്തി നോക്കാം. ഉപയോഗിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം രേഖപ്പെടുത്തുക. ഇതിലിപ്പോൾ നമുക്ക് 134 ചാനലുകളാണ് ട്യൂണായി വന്നിട്ടുള്ളത്. ഇനി നമുക്ക് സിഗ്നൽ പെർസെൻറ്റേജ് ഒന്ന് നോക്കാം. ഇതിലെ പ്രധാനപ്പെട്ട മലയാളം ചാനലുകൾ, മുഴുവൻ മലയാളം ചാനലുകളും ഉൾപ്പെടെ നമുക്ക് നോക്കാം. 4016 കൈരളിയുടെ TPക്ക് 77%, 3885 ഫ്രീക്വൻസിക്ക് 74%. അതുപോലെ മറ്റൊരു TP ആയ
പ്രധാനപ്പെട്ട ടി പി ആയ ഏഷ്യാനെറ്റ് മിഡിൽ ഈസ്റ്റിൻ്റെ ടി പിക്ക് 72%, ഏഷ്യാനെറ്റ് മിഡിൽ ഈസ്റ്റ്, അമൃത ടി വി ഒക്കെ വരുന്ന ടി പിക്ക് 72% സിഗ്നൽ ക്വാളിറ്റിയും ലഭിക്കുന്നുണ്ട്. ഇനി 4007 നോക്കാം. 4007 നമുക്ക് 74% സിഗ്നൽ കിട്ടുന്നുണ്ട്. ഇൻ്റർസാറ്റ് 66 ഓൾറെഡി നമുക്ക് ഒരുപാട് മലയാളം ചാനലുകൾ അവൈലബിൾ ആയ, ഏറ്റവും കൂടുതൽ മലയാളം ചാനലുകൾ അവൈലബിൾ ആയ ഒരു സാറ്റലൈറ്റാണ്. കഴിഞ്ഞ മാസങ്ങളിൽ നമുക്ക് രാജ് മ്യൂസിക്, രാജ് നെറ്റ്വർക്കിൽ നിന്നുള്ള രാജ് മ്യൂസിക്, രാജ് ന്യൂസ് എന്നീ ചാനലുകളൊക്കെ ഇതിലേക്ക് വന്നിട്ടുണ്ട്. 87.5 ചൈന സാറ്റിൽ നിന്നുമാണ് ആ ചാനലൊക്കെ ഇതിലേക്ക് വന്നിട്ടുള്ളത്. ഇപ്പോൾ അത്യാവശ്യം കൂടുതൽ മലയാളം ചാനൽ വരുന്നൊരു സാറ്റലൈറ്റാണ്. ഈ സാറ്റലൈറ്റിനോടൊപ്പം, ഇൻ്റർസാറ്റ് 66 ഇത് 8 അടി ആയത് കാരണം ഇതിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 76 ഡിഗ്രിയിലുള്ള അപ്സ്റ്റാർ സാറ്റലൈറ്റ് കൂടെ എക്സ്ട്രാ ക്ലാമ്പ് ചെയ്ത് നമുക്ക് ചാനൽ കാണാവുന്നതാണ്. ഇംഗ്ലീഷ് മൂവി ചാനൽ ഉൾപ്പെടെ വരുന്ന ഒരു സാറ്റലൈറ്റാണത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ജോലി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങളൊരു സി ബാൻഡ് ഉപഭോക്താവാണെങ്കിൽ, നിങ്ങൾക്ക് സി ബാൻഡ് ഉപകരണങ്ങൾ, സി ബാൻഡ് പ്രൊഡക്റ്റുകൾ ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.